ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ അരിയുണ്ടയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു ഗ്ലാസ് ചമ്പാവരി എടുത്തിട്ടുണ്ട്. പിന്നെ ചിരകിയ തേങ്ങ വേണം. ഇത് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര വേണം. ഇത് നന്നായിട്ട് ഉരുക്കി അരിച്ചെടുക്കണം. പിന്നെ ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ അരി ഒന്ന് വറുത്തെടുക്കാം. നന്നായി മൂക്കുന്നത് വരെ വറുത്തെടുക്കണം. അപ്പോൾ ഇത് നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വയ്ക്കാം. ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. അപ്പോൾ അതിനായി നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ശർക്കരയൊന്ന് നന്നായിട്ട് ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാനിലേക്ക് നമുക്ക് അരിച്ചൊഴിക്കാം. അപ്പോൾ ശർക്കര നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതൊന്ന് സിമ്മിൽ വെച്ചതിന് ശേഷം നമുക്ക് അരി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. നമ്മുടെ പൊടിച്ച അരിപ്പൊടിയും ഈ ശർക്കരപ്പാനിയൊക്കെ നന്നായി യോജിച്ച് വരണം. അപ്പോൾ ഇനി നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ജസ്റ്റ് കുറച്ചൊന്ന് തണുക്കാൻ വെക്കണം. എന്നിട്ട് ചെറു ചൂടോട് കൂടി തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇത് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള അരിയുണ്ടയാണ്. അപ്പോൾ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ അരിയുണ്ട തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.